ഗുജറാത്തിലെ സൂറത്തിലുള്ള സൂറത്ത് കാസിൽ എന്നറിയപ്പെടുന്ന കോട്ടയ്ക്കകത്തേക്ക് കയറിയെത്തിയിരിക്കുകയാണ് ഞാൻ. ഭംഗിയായി സംരക്ഷിക്കപ്പെടുന്ന ഒരു ചരിത്ര നിർമ്മിതി. അതിന്റെ ഉൾവഴികളിലൂടെ നടന്നു. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കാസിലാണിത്. അക്കാലത്ത് പോർച്ചുഗീസുകാരിൽ നിന്നും സൂറത്ത് നേരിട്ടിരുന്ന ഭീഷണി ചെറുക്കാനായിട്ടാണ് അഹമ്മദാബാദ് സുൽത്താൻ മെഹ്മൂദ് മൂന്നാമന്റെ നിർദ്ദേശപ്രകാരം ഈ കോട്ട നിർമ്മിക്കുന്നത്. വലിയൊരു നടുമുറ്റത്തിനു ചുറ്റുമായി കുറേയേറെ കെട്ടിടങ്ങൾ. ഇതെല്ലാം 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതല്ല. പല കാലഘട്ടങ്ങളിൽ പല ഭരണാധികാരികൾ പണിതതാണ്. ഗുജറാത്ത് സുൽത്താനേറ്റിന്റെ കാലത്തും മുഗൾ കാലത്തും ബ്രിട്ടീഷ് നാളുകളിലും പണിതവ. ഈ കെട്ടിടങ്ങളെയൊക്കെ വലയം ചെയ്തുകൊണ്ട് വലിയൊരു കോട്ടമതിലുമുണ്ട്. ഇങ്ങനെ നടുമുറ്റത്ത് നിൽക്കുമ്പോൾ ആ മതിൽ കാണുന്നില്ലെന്നേയുള്ളൂ. 2015-ലാണ് സൂറത്ത് കാസിൽ ഈ വിധം നവീകരിച്ചത്. ഗുജറാത്ത് ഗവൺമെന്റ് പ്രത്യേക ഉത്തരവിലൂടെ ഈ ചരിത്ര നിർമ്മിതിയുടെ നവീകരണത്തിന്റെയും പരിപാലനത്തിന്റെയും ചുമതല സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷന് കൈമാറുകയായിരുന്നു. ടിക്കറ്റ് വിൽപ്പനയിലൂടെ ഇവിടെ ലഭിക്കുന്ന വരുമാനവും മുനിസിപ്പൽ കോർപ്പറേഷനാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഏതാണ്ട് തകർന്ന മട്ടിൽ കിടക്കുകയായിരുന്നു കോട്ട. ഇപ്പോഴാകട്ടെ ഭംഗിയോടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത്. ടൂറിസ്റ്റുകളും വിദ്യാർത്ഥികളും ചരിത്ര കുതുകികളുമൊക്കെ ഇത് കാണാൻ വരുന്നുമുണ്ട്. ഞാൻ ആദ്യം ചെല്ലുന്നത് ഫോർമർ തുഗ്ലക് വോൾട്ട് എന്ന ഒരു ഭാഗത്തേക്കാണ്. ഇതിനകത്താണ് ആദ്യം കയറേണ്ടതെന്ന് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞുവിട്ടിരുന്നു. കാരണം ഇതിനുള്ളിൽ ഒരു ഓഡിയോ വിഷ്വൽ പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. അത് കണ്ടിറങ്ങി വരുന്ന ഒരു ബാച്ചിനെ പിന്നിട്ട് ഞാൻ അകത്തേക്ക് കയറി ചെന്നു. പക്ഷേ അകത്ത് നടന്ന ചരിത്ര വിവരണ പരിപാടി ഒട്ടും ആകർഷകമായിരുന്നില്ല. അത് ഷൂട്ട് ചെയ്യാനൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി. തുഗ്ലക് ഭരണകാലത്തെ നിലവറയുടെ ചില ഭാഗങ്ങൾ താഴെ കാണാം. ഈ കാസിൽ പണിയുന്നത് 16-ാം നൂറ്റാണ്ടിലാണെങ്കിലും അതിനു മുൻപ് തുഗ്ലക് ഭരണകാലത്ത് ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നെന്നാണ് ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് അത് നിർമ്മിച്ചത്. ഇക്കാണുന്നത് കാസിലിലെ ട്രഷറി ബിൽഡിംഗ് ആണ്. പോർച്ചുഗീസ് ശൈലിയിലുള്ള കെട്ടിടം. അത് കഴിഞ്ഞ് റോയൽ ബുർജ്. ഇക്കാണുന്ന ചുവന്ന കെട്ടിടമാകട്ടെ ബ്രിട്ടീഷ് ബാരക്കായിരുന്നു. അത് കഴിഞ്ഞ് സാലി പോർട്ട് ബുർജ്, പിന്നെ ഗുജറാത്ത് ബാരക്ക്, അതിനപ്പുറം റിവർസൈഡ് ബാരക്കും. വാസ്തുവിദ്യയിലെ ബ്രിട്ടീഷ്, പോർച്ചുഗീസ്, മുഗൾ, ഇൻഡോ സാർസനിക്, മറാത്ത ശൈലികളെല്ലാം ഒറ്റനോട്ടത്തിൽ കാണാമെന്നതാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള ഒരു നേട്ടം. ഇതാണ് ബ്രിട്ടീഷ് ബാരക്സ്. അതിനു സമീപം ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്നതാണ് റോയൽ ബുർജ്. കോട്ടയിലെ ഒരു പ്രധാന ടവറായിരുന്നു അത്. അതിനു മുകളിലേക്ക് പുറമേ നിന്ന് പടിക്കെട്ടുമുണ്ട്. ബ്രിട്ടീഷ് ബാരക്സ് പ്രത്യേകതയുള്ള ഒരു കെട്ടിടമാണ്. അതിനു മുന്നിൽ പഴയ ഒരു പീരങ്കി പ്രദർശിപ്പിച്ചിരിക്കുന്നു. പല വലുപ്പത്തിലുള്ള പീരങ്കി ഉണ്ടകളും. 1759-ലാണ് ബ്രിട്ടീഷുകാർ സൂറത്ത് കാസിൽ പിടിച്ചെടുക്കുന്നത്. മുഗൾ സൈന്യത്തെ തോൽപ്പിച്ച് അവർ ഇവിടം കൈയടക്കുകയായിരുന്നു. അന്നു മുതൽ സൂറത്തിലെ പ്രധാന ബ്രിട്ടീഷ് സൈനിക കേന്ദ്രം പ്രവർത്തിച്ചതും ഇവിടെയാണ്. ഞാൻ ബ്രിട്ടീഷ് ബാരക്സിന്റെ അകമൊന്ന് കാണാനായി കയറി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ കാസിലിന്റെ സ്ഥിതി എന്തായിരുന്നു, അക്കാലത്തെ രൂപരേഖ, ചരിത്രശേഷിപ്പുകൾ എന്നിവയൊക്കെയാണ് ഇവിടെയുള്ളത്. നല്ല വൃത്തിയിൽ എയർ കണ്ടീഷൻ ചെയ്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടം. സൂറത്ത് കാസിലിൽ ഏറ്റവും അവസാനമായി വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ബ്രിട്ടീഷുകാരാണ്. സൈനികരുടെ താമസത്തിനും ആയുധങ്ങൾ സൂക്ഷിക്കാനുമായി അവർ പഴയ കെട്ടിടങ്ങളിൽ രൂപമാറ്റം വരുത്തുകയും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് കാലത്തെ രേഖാചിത്രങ്ങളും മാപ്പുകളുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തകർന്നു കിടന്ന ബാരക്കാണ് ഈ വിധം നവീകരിച്ചത്. സമുദ്ര ഗതാഗത പാതയിൽ സൂറത്ത് എത്ര പ്രാധാന്യമുള്ള ഇടമായിരുന്നു എന്നത് ഈ മാപ്പിൽ നിന്നും വ്യക്തമാകുന്നു. ഇവിടുത്തെ അവസാന നവാബായിരുന്ന അഫ്സലുദ്ദീൻ ഖാന്റെ സിംഹാസനമായിരുന്നു ഇത്. പിന്നെ പല കാലങ്ങളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമായിരുന്നു സൂറത്ത്. വലിയൊരു പ്രദേശത്തെ വ്യാപാരം നിയന്ത്രിക്കാനാവുമെന്നതായിരുന്നു അതിന് കാരണം. അതുകൊണ്ട് തന്നെ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ അവർ ഇവിടെ ശക്തമായ ഒരു സൈന്യത്തെ നിലനിർത്തിയിരുന്നു. ഈ ബാരക്ക് കെട്ടിടമൊക്കെ അതിന്റെ തെളിവാണ്. ഞാൻ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഇതാണ് കാസിലിലെ ട്രഷറി ബിൽഡിംഗ്. അതിനകവും ഇപ്പോൾ മ്യൂസിയമാണ്. ട്രഷറി ബിൽഡിംഗിലേക്ക് കയറി.
ഡച്ച് ലൈഫ് സ്റ്റൈൽ ഗാലറിയാണ് ഇപ്പോഴിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സൂറത്തിൽ ആധിപത്യമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 1616 മുതൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം ആ സ്വാധീനം നീണ്ടുനിന്നു. ഡച്ച് സൂറത്തെ എന്നറിയപ്പെട്ട വലിയൊരു ഡച്ച് സെറ്റിൽമെന്റും നഗരത്തിലുണ്ടായിരുന്നു. അവിടെ അവർ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളും പാത്രങ്ങളും മറ്റുപകരണങ്ങളുമൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അടുത്തുഭാഗം ആയുധങ്ങളുടെ വലിയൊരു പ്രദർശനശാലയാണ്. പല കാലഘട്ടങ്ങളിലെ പലതരം ആയുധങ്ങൾ, ഇന്ത്യൻ ആയുധങ്ങളും യൂറോപ്യൻ ആയുധങ്ങളുമുണ്ട്. ഇത് പടച്ചട്ടയാണ്. പടയാളിയെ പൂർണ്ണമായും മൂടുന്ന തരത്തിലുള്ള ഇരുമ്പ് പടച്ചട്ട. ഇത് ധരിച്ച പോരാളികൾക്ക് വാൾ കൊണ്ടുള്ള വെട്ട് അധികമേൽക്കില്ല. രാജഭരണകാലത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ചില്ലുകൂട്ടിൽ, കഠാരകളും കുന്തമുനകളും അരിവാളും വരെയുണ്ട്. പല വലിപ്പത്തിലുള്ള കൈത്തോക്കുകളാണിത്. വാളുകൾ നീളമുള്ളതും നീളം കുറഞ്ഞതുമെല്ലാമുണ്ട്. പഴയകാലത്ത് ഉപയോഗത്തിലിരുന്ന മൺപാത്രങ്ങൾ, പല വലിപ്പത്തിലുള്ള പീരങ്കി ഉണ്ടകൾ, കല്ലുകൊണ്ടുള്ളതും ഉരുക്കുകൊണ്ടുള്ള ഉണ്ടകളുമുണ്ട്. കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്കും കയറാം. മുകളിലെ നിലയിലും താഴെ കണ്ട മ്യൂസിയത്തിന്റെ തുടർച്ചയാണ്. 19-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ് ഈ കെട്ടിടം. ഇന്നും അതൊക്കെ ഭംഗിയോടെയും സൂക്ഷ്മതയോടെയും നിലനിർത്തുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം. കുറച്ച് സഞ്ചാരികൾ ഇതൊക്കെ കണ്ടു നടക്കുന്നുണ്ട്. ഈ കൽപ്പടവുകളിലൂടെ എത്തുന്നത് മുഗൾ ബുർജിലേക്കാണ്. ഇവിടം മുഗൾ ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ നിർമ്മിച്ച ഗോപുരമാണത്. കോട്ടയുടെ 4 ഭാഗത്തും ഓരോ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വടക്കു പടിഞ്ഞാറേ മൂലയിലുള്ളതാണ് മുഗൾ ബുർജ്. അക്ബർ ചക്രവർത്തി 1573-ൽ ഗുജറാത്ത് സുൽത്താനെ പരാജയപ്പെടുത്തി സൂറത്ത് പിടിച്ചെടുത്തതു മുതൽ ഈ കോട്ട മുഗളന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ അക്ബർ സൂറത്ത് കോട്ട സന്ദർശിച്ചതായി രേഖകളിലൊന്നുമില്ല. ഡൽഹിയിൽ നിന്നും അദ്ദേഹം നിയോഗിച്ച കമാൻഡർമാരുടെ കീഴിലായിരുന്നു അന്നിവിടം. ഈ കോട്ടയിൽ വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മുഗളന്മാരാണ്. നിരീക്ഷണത്തിനു വേണ്ടിയാണ് ബുർജുകൾ നിർമ്മിച്ചത്. കോട്ടയ്ക്കുള്ളിലെ പ്രവർത്തനങ്ങളും പുറമേ നിന്നുള്ള ശത്രുനീക്കവും താപ്പി നദിയിലൂടെയുള്ള ഗതാഗതവുമെല്ലാം സൂറത്ത് ഫോർട്ടിൽ നിന്നാണ് മുഗൾ സൈന്യം നിരീക്ഷിച്ചു പോന്നത്. 1759-ൽ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുക്കുമ്പോൾ ലക്ഷണമൊത്ത ഒരു കോട്ട തന്നെയായിരുന്നു ഇത്. ഇവിടെ മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് മിനിയേച്ചർ പെയിന്റിംഗ്സ് ഗാലറി എന്നൊരു ഭാഗമുണ്ട്. റോയൽ ബുർജിന്റെ മുകൾ നിലയിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. പഴയകാലത്തെ രേഖകളും കയ്യെഴുത്തുപ്രതികളും ചില്ലുപേടകങ്ങളിലാക്കി സൂക്ഷിച്ചിരിക്കുന്നു. അറബിയിലും ഹിന്ദിയിലും ഗുജറാത്തിയിലുമെല്ലാമുള്ള എഴുത്തുകളുണ്ട്. വളരെ പഴക്കമുള്ളവയാണ് ഇവയെല്ലാം. കൈകൊണ്ട് എഴുതിയ വലിയ ഗ്രന്ഥങ്ങളുമുണ്ട്. താളിയോലകളും പഴയകാലത്ത് എഴുത്തിനുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും വരെ സൂക്ഷിച്ചിരിക്കുന്നു. ചില ഭാഗങ്ങൾ പാരമ്പര്യത്തനിമയോടെ തറയോട് പാകി മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ പോലും വളരെ ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇതാണ് സൂറത്ത് കോട്ടയുടെ പുറം മതിൽ. അവിടെ നിശ്ചിത അകലത്തിൽ പുറത്തേക്ക് ലക്ഷ്യം വെച്ച് വലിയ പീരങ്കികൾ സ്ഥാപിച്ചിരിക്കുന്നു. കോട്ടയിൽ നിന്നും കരയിലേക്കുള്ള ഭാഗമാണിത്. പല നിലകളിലായിട്ടാണ് കെട്ടിടങ്ങൾ. ഞാൻ അടുത്ത ഒരു കെട്ടിടത്തിലേക്ക് ചെന്നു. ഇത് പഴയ കോർട്ട് റൂമാണ്. ബ്രിട്ടീഷ് ബാരക്കിന്റെ മുകൾ നിലയിലാണ് കോർട്ട് റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. കോളനി ഭരണകാലത്തെ ഒരു കോടതി മുറിയുടെ മാതൃക ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കോട്ട ഒരു മ്യൂസിയമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കൊളോണിയൽ കാലത്തെ കോടതി മുറിയും ഫർണിച്ചറുകളും ഇതിൽ ഒരുക്കുകയായിരുന്നു. മധ്യത്തിൽ ജഡ്ജിയുടെ മേശയും കസേരയും, അതിനിരുവശവുമായി പ്രതിയുടെയും സാക്ഷിയുടെയും കൂട്. ഇന്നത്തെ ഒരു കോടതി മുറിയുടെ അതേ രീതിയിൽ തന്നെയാണ് കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷ് കോടതികളും സജ്ജീകരിച്ചിരുന്നത്. വേറൊരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ കൊളോണിയൽ കാലത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ഫർണിച്ചറുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന മുറിയിലേക്കാണ് എത്തുന്നത്. ഇത് ഡച്ച് ലൈഫ് സ്റ്റൈൽ റൂമാണ്. പലതരം ഫർണിച്ചറുകൾ, മേശകസേരകളും ടീപ്പോയും ഷോക്കേസുകളും അലമാരയുമെല്ലാമുണ്ട്. അടുത്തതായി മറ്റൊരു ബുർജിലേക്ക് നടന്നു. സാലിപ്പോർട്ട് ബുർജ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ചുടുകെട്ടുകൊണ്ട് നിർമ്മിച്ച വൃത്താകാരമുള്ള വലിയൊരു ടവർ. കോട്ടയുടെ തെക്കുകിഴക്ക് ഭാഗത്താണ് ഇതിന്റെ സ്ഥാനം.
വിസ്തൃതമായ ടവറാണ്. അതിനകത്തുകൂടി ചുറ്റുമിങ്ങനെ നടക്കാം. ഒരു കാലത്ത് സൂറത്തിന്റെ ഭരണം തന്നെ നിയന്ത്രിക്കപ്പെട്ടിരുന്നത് ഇവിടെ നിന്നായിരുന്നു. ഭരണകേന്ദ്രത്തിന് സംരക്ഷണമൊരുക്കിയിരുന്ന കൂറ്റൻ കോട്ടയാണിതെന്നും പറയാം. കൊളോണിയൽ കാലത്തും ഇവിടെ ഇരുന്നാണ് ബ്രിട്ടീഷുകാർ സൂറത്തിലെ ആഭ്യന്തര കാര്യങ്ങളും വാണിജ്യവുമൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ബുർജിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. 2 ലെയറുകളായിട്ടാണ് ബുർജിന്റെ നിർമ്മാണം. ബുർജിൽ നിന്ന് നടുമുറ്റത്തിന്റെ കാഴ്ച കിട്ടുന്ന ഒരിടത്തേക്ക് ഇറങ്ങി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കോട്ടയിലേക്ക് കടന്നപ്പോൾ ഇവിടെയുള്ളതെല്ലാം ചെറിയ കെട്ടിടങ്ങളാണല്ലോ എന്ന് തോന്നിയിരുന്നു. എന്നാൽ ഓരോന്നിലേക്കും കയറി ചെല്ലുമ്പോഴാണ് അതിന്റെ വൈപുല്യം മനസ്സിലാകുന്നത്. നീളൻ കോറിഡോറുകളും രഹസ്യ അറകളുമെല്ലാമുള്ള കെട്ടിടം. അടുത്തതായി ബ്രിട്ടീഷ് റൂമിലേക്കാണ് എത്തുന്നത്. കൊളോണിയൽ കാലത്ത് ഇവിടെയുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ ലൈഫ് സ്റ്റൈൽ റൂമാണിത്. പഴയകാലത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന വെള്ളിപ്പാത്രങ്ങളും ചൈനയിൽ നിന്നെത്തിയ പോഴ്സലെയിൻ പാത്രങ്ങളും വീട്ടുപകരണങ്ങളുമൊക്കെ ഈ മ്യൂസിയത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കോട്ടയ്ക്കകത്ത് ഇങ്ങനെ പല ഇടുങ്ങിയ ഇടവഴികൾ കാണാം. പലയിടത്തേക്കും പടവുകളുടെ നിരയുമുണ്ട്. ഇവിടെ കുറെ പുരാതനമായ ശില്പങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്ര വിഗ്രഹങ്ങൾ പോലെയുണ്ട്. സൂറത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉത്ഖനനത്തിനിടെ ലഭിച്ച പ്രതിമകളും വിഗ്രഹങ്ങളും മറ്റും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അവിടെ നിന്നും ഒരു മട്ടുപ്പാവിലേക്ക് എത്തുമ്പോൾ താഴെ താപ്പി നദി ഒഴുകുന്നത് കാണാം. ഇവിടെ നദിയുടെ ഒരു ഭാഗത്ത് ഒരു പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. അറബിക്കടലിൽ നിന്നും സൂറത്തിലേക്ക് ഈ നദിയിലൂടെയാണ് കപ്പലുകൾ കയറി വന്നിരുന്നത്. നദീമുഖത്ത് തന്നെ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് ഈ കോട്ട നിർമ്മിക്കാനുണ്ടായ കാരണവും അതാണ്. മധ്യകാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒരു പോർട്ടായിരുന്നു സൂറത്തിൽ ഉണ്ടായിരുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പായ്ക്കപ്പലുകൾ വന്നടുത്തിരുന്ന ഒരു തുറമുഖം. ഞാൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. മുറ്റത്തിന്റെ ഒരു ഭാഗത്ത് ചതുരത്തിലുള്ള ഒരു തളം കാണാം. അതിനിടയിൽ ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് ടാങ്ക് ആണുള്ളത്. കോട്ടയിലെ ആവശ്യത്തിനായി ജലം സംഭരിച്ചു വച്ചിരുന്ന ടാങ്ക്. മാസങ്ങളോളം കോട്ടയിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്ര വെള്ളം ഇതിനകത്ത് സംഭരിച്ചു വെക്കാനാവുമായിരുന്നു. ഉപരോധമുണ്ടായാൽ പോലും കോട്ടയിലുള്ളവരുടെ ജീവിതം സുഗമമാകുന്ന തരത്തിൽ ജലം ശേഖരിക്കാനുള്ള സംഭരണിയും ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള കലവറകളും ഉണ്ടായിരുന്നു ഈ കോട്ടയിൽ. ചുരുക്കത്തിൽ സ്വയം സമ്പൂർണമായ വലിയൊരു ആവാസ ഇടം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള കോട്ടകൾ. സൂറത്ത് ഫോർട്ടിന് സമീപത്തു നിന്നും ജിത്തുവിന്റെ കാറിൽ കയറി യാത്ര തുടങ്ങി. നെഹ്റു ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇതിലൂടെയാണ് ഞങ്ങൾ കോട്ടയിലേക്ക് വന്നതും. ജിത്തുവിന് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നല്ല നിശ്ചയമുള്ളതുകൊണ്ട് എനിക്ക് സമയനഷ്ടമില്ലാതെ ഓരോ ഇടത്തും എത്താനാകുന്നുണ്ട്. നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അല്പം ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് ഞാൻ ജിത്തുവിനോട് പറഞ്ഞു. അത് കേട്ടതോടെ നദീതീരത്തു തന്നെയുള്ള ഒരു നാടൻ ഫുഡ് കോർട്ടിലേക്ക് ജിത്തു വണ്ടി വിട്ടു. ഞങ്ങൾ അവിടെ ഇറങ്ങി. ട്രഡീഷണൽ ഗുജറാത്തി ഭക്ഷണം കിട്ടുന്ന നിരവധി കടകൾ പ്രവർത്തിക്കുന്ന ഒരു വലിയ നെടുമ്പുര. നേരം 3 മണി ആവാറായതുകൊണ്ട് ഇപ്പോഴിവിടെ അധികം ആളുകളില്ല. കുറച്ചുപേർ അങ്ങിങ്ങായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷണത്തിന്റെ പ്രധാന സമയം കഴിഞ്ഞുപോയി. ഗുജറാത്തികൾ താലി മീൽസൊക്കെ കഴിക്കുമെങ്കിലും ജോലി സമയത്ത് സാധാരണക്കാരും തൊഴിലാളികളുമെല്ലാം ഇത്തരത്തിലുള്ള ലഘുഭക്ഷണമാണ് കഴിക്കുക. ഇങ്ങനെയുള്ള വിചിത്ര വിഭവങ്ങളാണ് ഇവരുടെ ഭക്ഷണം. ഇതിവിടുത്തെ സേവ് ഉസാൽ എന്ന ഒരു വിഭവമാണ്. കണ്ടാൽ നൂഡിൽസ് പോലെയുണ്ട്. എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് സേവ് ഉസാൽ. കടലമാവിൽ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി പേസ്റ്റും ജീരകവുമെല്ലാം ചേർത്ത് കുഴച്ച് നൂഡിൽസ് പരുവത്തിലാക്കി ഈ വിധത്തിൽ വറുത്തെടുക്കുന്നു. പലഹാരങ്ങൾ ഉണ്ടാക്കാൻ എണ്ണയും മൂപ്പിച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. വേറൊരിടത്ത് പക്കോട എന്ന വിഭവം വറുത്തു കോരിയെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പക്കാവട തന്നെ. ഇതും കടലമാവ് കൊണ്ടുണ്ടാക്കുന്ന വിഭവമാണ്. ഗുജറാത്തിലുള്ള ഇത്തരം സ്നാക്സിൽ മിക്കതിന്റെയും പ്രധാന ചേരുവ കടലമാവാണ്. വറുത്തു കോരുന്നതോടെ ചൂടോടെ അത് എടുത്തുകൊണ്ടു പോവുക എന്നതാണ് അവരുടെ പതിവ്. തണുത്താൽ ആളുകൾക്കിഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർക്ക് തത്സമയം വറുത്തു നൽകുന്നതാണ് കടക്കാരുടെ പതിവ്.
ഇത് ലിവ കച്ചോരിയാണ്. പോങ് വട സ്റ്റാൾ എന്നാണ് ഈ കടയുടെ പേര്. പോങ് ഗുജറാത്തിലെ വളരെ പ്രശസ്തവും സാധാരണവുമായ വിഭവമാണല്ലോ. ഇവിടെ കുറേയേറെ കടകളുണ്ട്. ഉച്ചയ്ക്കുള്ള ആൾത്തിരക്ക് കഴിഞ്ഞതിന്റെ ഒരു ആലസ്യത്തിലാണ് കടകളെല്ലാം. ഇവിടെ മറ്റൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ലോച്ച എന്നാണ് അതിന്റെ പേര്. എല്ലാത്തിലും കുറെ മസാലയും ഇലകളും ഇടുന്നുണ്ട്. മിക്കതിന്റെയും നിർമ്മാണം കടലമാവ് കൊണ്ട് തന്നെ. എനിക്ക് ഇവിടെ നിന്ന് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ഇനി വൈകുന്നേരം കൂടുതൽ ആളുകൾ എത്തുന്ന നേരത്തെ കച്ചവടത്തിനായി ഒരുങ്ങുകയാണ് കടകളെല്ലാം. അവിടെ നിന്ന് കാറിൽ കയറി. തെരുവിൽ ഈ ഭാഗത്ത് കുറെ അധികം വഴിയോര തട്ടുകടകളുണ്ട്. സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ ഭാഗം. ഞങ്ങളിപ്പോൾ സൂറത്തിലെ സ്വാമിനാരായൺ റോഡിലൂടെയാണ് പോകുന്നത്. അവിടെ പ്രശസ്തമായൊരു സ്വാമിനാരായൺ ക്ഷേത്രമുണ്ട്. അവിടേക്ക് വണ്ടി വിടാൻ ജിത്തുവിനോട് പറഞ്ഞിരിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ നേരമായതിനാൽ നിരത്തുകളിൽ വലിയ തിരക്കില്ല. സൂറത്തിലെ പുതിയ ഭാഗങ്ങളുടെ പളപളപ്പൊന്നുമില്ല ഇവിടെ. ഈ വലതുവശത്ത് കാണുന്നതാണ് സ്വാമിനാരായൺ ക്ഷേത്രം. ജിത്തുവിനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങി. പക്ഷേ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടം തുറക്കുക. എങ്കിലും സ്വാമിനാരായൺ ക്ഷേത്രത്തിന്റെ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയെടുത്തു. ഉത്തർപ്രദേശിൽ അയോധ്യയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച സഹജാനന്ദ സ്വാമി എന്ന യോഗിവര്യനാണ് സ്വാമിനാരായൺ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ്. ശ്രീകൃഷ്ണനെ പ്രത്യേക രീതിയിൽ ആരാധിക്കുന്നവരാണ് സ്വാമിനാരായൺ വിശ്വാസികൾ. സഹജാനന്ദ സ്വാമികളാണ് പിന്നീട് സ്വാമിനാരായൺ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടെ 5 ഭൂഖണ്ഡങ്ങളിലായി 1000-ലധികം സ്വാമിനാരായൺ ക്ഷേത്രങ്ങളുണ്ട്. സൂറത്തിന്റെ ഡൗൺ ടൗൺ ഭാഗം കഴിഞ്ഞാൽ പിന്നീടുള്ളതെല്ലാം മോഡേൺ നഗരമായാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. 6 വരിയുള്ള പാതകൾ, അതിന്റെ ഓരങ്ങളിൽ ഗംഭീരമായ ഓഫീസ് കെട്ടിടങ്ങളും അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും. 1994-ൽ ഇന്ത്യയെ വിറപ്പിച്ച പ്ലേഗ് ബാധയുടെ പ്രധാന കേന്ദ്രം ഈ നഗരമായിരുന്നു. സൂറത്തിന്റെ തെരുവുകളിൽ പെരുകിയ എലികളാണ് ഇന്ത്യയിൽ തന്നെ വലിയ ഭീഷണി സൃഷ്ടിച്ച പ്ലേഗിന്റെ പ്രധാന കാരണമായത്. വിഭജനകാലത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമുണ്ടായത് സൂറത്ത് പ്ലേഗിന്റെ ദിനങ്ങളിലാണ്. ഇപ്പോൾ വാഹനം പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ കേബിൾ ബ്രിഡ്ജിലേക്ക് കയറിയിരിക്കുന്നു. താപ്പി നദിക്ക് കുറുകെയുള്ള പാലം. 918 മീറ്റർ നീളവും 23.5 മീറ്റർ വീതിയുമുണ്ട് പാലത്തിന്. പാലം കടന്നു ചെല്ലുമ്പോൾ വഴിയിൽ നല്ല ട്രാഫിക്. എന്തോ പ്രശ്നമുണ്ട്. ചെണ്ടകൊട്ടും കേൾക്കുന്നു. ഞാൻ വഴിയിലിറങ്ങി നോക്കുമ്പോൾ കുറെ സ്ത്രീകൾ പട്ടുസാരിയൊക്കെ ധരിച്ച് ജാഥയായി പോവുകയാണ്. ഭക്തിയുമായി ബന്ധപ്പെട്ട എന്തോ ഘോഷയാത്രയാണ് നടക്കുന്നത്. കുതിരയെ പൂട്ടിയ രഥത്തിൽ ഏതാനും സന്യാസിമാരെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഉത്തരേന്ത്യയിലെ ആചാരങ്ങളും സ്ഥിരം കാഴ്ചകളുമാണ്, പ്രത്യേകിച്ചും ഗുജറാത്തിലെ. സന്യാസിമാരെ മഹാരാജ് എന്നാണല്ലോ ഉത്തരേന്ത്യക്കാർ വിളിക്കുന്നത് തന്നെ. തിരക്കൊഴിവായി യാത്ര തുടരുമ്പോൾ സൂറത്തിലെ സയൻസ് സെന്ററാണ് ഇക്കാണുന്നത്. ഒരു മൾട്ടി ഫെസിലിറ്റി സയൻസ് കോംപ്ലക്സ് ആണ് സൂറത്ത് സയൻസ് സെന്റർ. രാജ്യത്തെ ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമെല്ലാം ആദ്യം ഗുജറാത്തിലാണ് എത്തുന്നതെന്ന് തോന്നും. അക്കാര്യത്തിൽ ഗുജറാത്തിനെ ഇപ്പോൾ ഭരിക്കുന്നവരും മുൻപ് ഭരിച്ചിരുന്നവരുമൊക്കെ വലിയ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. സൂറത്തിന്റെ സമ്പന്ന പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. സമ്പന്നരുടെ ഷോപ്പിംഗ് ഏരിയകൾ, താമസയിടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയൊക്കെയാണ് ഈ പാതയുടെ ഇരുവശവും. സൂറത്ത് സിറ്റിയിൽ കയറിയ ശേഷം ദരിദ്രമായ പ്രദേശങ്ങളിലൂടെ അധികം കടന്നുപോയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. ദരിദ്ര പ്രദേശങ്ങളുണ്ടാകാം, അവിടേക്ക് ഞങ്ങൾ പോയിട്ടില്ലെന്നു മാത്രം. ഇവിടെ പുതിയ തലമുറയുടെ പ്രതിനിധിയുടെ യാത്ര ഇങ്ങനെയാണ്. അമ്മ വാഹനം മുന്നോട്ടോടിക്കുമ്പോൾ അവൻ തിരിഞ്ഞിരിക്കുന്നു. നഗരക്കാഴ്ചകളൊക്കെ ആസ്വദിച്ചു പോകാൻ ഈ ഇരിപ്പാണല്ലോ സുഖം. സൂറത്തിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ സമൂഹം ഇവിടുത്തെ ഡയമണ്ട് വ്യാപാരികളാണ്. വലിയൊരു കമ്മ്യൂണിറ്റിയാണത്. സൂറത്ത് നഗരത്തെ സമ്പന്നമാക്കുന്നതിൽ അവർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. രാജ്യത്തെ പല കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള രാഷ്ട്രീയ ശക്തി പോലും അവർക്കുണ്ട്. ഇവിടുത്തെ രത്നവ്യാപാരികൾ സമീപകാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ഒരു ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കുകയുണ്ടായി.
ഡയമണ്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഒരു ഓഫീസ് സമുച്ചയം. അടുത്തതായി അതൊന്ന് കാണാനാണ് എന്റെ തീരുമാനം. ഡയമണ്ട് ബോഴ്സ് എന്നാണ് അതിന്റെ പേര്. ലോകത്ത് തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ആ സ്ഥാപനം. ഈ നഗരത്തിൽ വരുമ്പോൾ അത് തീർച്ചയായും കാണണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. 1.25 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള സൂറത്തിലെ രത്നവ്യാപാരത്തിന്റെ ഏറ്റവും ആധുനികമായ കാൽവെപ്പാണ് ഡയമണ്ട് ബോഴ്സ്. നേരെ മുന്നിൽ കാണുന്നതാണ് ഡയമണ്ട് ബോഴ്സിന്റെ ഗേറ്റ്. ഡ്രീം സിറ്റി എന്നാണ് അത് ഇപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങകലെ ആ കെട്ടിട സമുച്ചയം കാണാം. ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് മന്ദിരം. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഓഫീസായ പെന്റഗണേക്കാൾ വലിയ ഓഫീസ് മന്ദിരം. അതിനടുത്തേക്ക് ഞാൻ യാത്ര തുടർന്നു.